PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ എക്സാമുകൾ ഉൾപ്പെടെ ഒരുപാട് കാറ്റഗറി നമ്പറുകളുടെ ഒരു കോമൺ എക്സാമാണ് ഏപ്രിൽ 23 നടക്കാനിരിക്കുന്നത്. ഈ എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ വരുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, പാർട്ട്ണർഷിപ്പ്, സോൾ ട്രേഡർഷിപ്പ്. ഈ 3 ഫോംസ് ഓഫ് ഓർഗനൈസേഷനും കോപ്പറേഷനും തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. കമ്പനി എന്താണെന്ന് നമുക്കറിയാം. കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ who contribute money or money's worth to a common stock and use it for a common purpose. കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956 or an existing company. An existing company means a company formed and registered under any of the former companies act. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിക്ക് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. രണ്ടാമത്തേത് പെർപെക്ച്വൽ സസഷൻ. പെർപെക്ച്വൽ സസഷൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഇറ്റ് എക്സിസ്റ്റൻസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡെത്ത്, ഇൻസാനിറ്റി ഓർ ഇൻസോൾവൻസി ഓഫ് ദ മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസാനിറ്റിയോ ഇതൊന്നും തന്നെ അതിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് പെർപെക്ച്വൽ സക്സഷൻ എന്നത് കമ്പനിയുടെ മറ്റൊരു ഫീച്ചറാണ്. മൂന്നാമത്തേത് ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദം. അടുത്തത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഒരു കമ്പനിയുടെ ഷെയർസ് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ് ഈ കമ്പനിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോമൺ സീല്. Company is an artificial person created by law, hence it cannot sign the documents in the same manner as a natural person would do. All the documents and certificates issued by such a company must be authenticated by the common seal. Such a common seal is the official signature of the company. കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറാണ് കോമൺ സീൽ. അടുത്തത് കമ്പൽസറി രജിസ്ട്രേഷൻ. എ കമ്പനി ഹാസ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. സച്ച് രജിസ്ട്രേഷൻ ഈസ് മാൻഡേറ്ററി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ രജിസ്ട്രേഷൻ എന്താണ്? കമ്പൽസറി ആണ്. ഇനി കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയുടെ കേസിൽ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ അസോസിയേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. എന്നാൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് വീക്കർ പോപ്പുലേഷൻ. 1 ഷെയർ 1 വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. കമ്പനിയുടെ കേസിൽ ഒരു ഷെയറിനാണ് ഒരു വോട്ട്. എന്നാൽ കോർപ്പറേഷൻ്റെ കേസിൽ 1 man 1 വോട്ട്. 1 man 1 വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. എത്ര ഷെയർ ഉണ്ടായാലും ഒരു ആൾക്ക് ഒരു വോട്ട്. അതാണ് കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾ. കമ്പനിയുടെ കേസിൽ മാനേജ്മെൻറ്റ് വെസ്റ്റ് വിത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എന്നാൽ കോർപ്പറേഷൻ്റെ കേസിൽ മാനേജ്മെൻറ്റ് നോക്കുന്ന ആരാണ്? മാനേജിങ് കമ്മിറ്റിയാണ്. മാനേജിങ് കമ്മിറ്റിയെ എലക്ട് ചെയ്യുന്നത് ജനറൽ ബോഡിയിൽ നിന്നാണ്. ഈ മാനേജിങ് കമ്മിറ്റിയാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. കമ്പനിയുടെ കേസിൽ ഡിവിഡൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഷെയർസ് ഹെൽഡ്. ഓരോ ഷെയർ ഹോൾഡേഴ്സും ഹെൽഡ് ചെയ്യുന്ന ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. എന്നാൽ കോർപ്പറേഷനിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ. കോർപ്പറേഷനിൽ ഈക്വലായിട്ട് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് എയിം ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ എയിം എന്താണ്? മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് എയിം ഓഫ് കമ്പനി. എന്നാൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. സർവീസ് മോട്ടീവ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് എയിം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോർപ്പറേഷനും കമ്പനിയും തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടിൻ്റെയും ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അതുപോലെ കമ്പനിയും കോർപ്പറേഷനും
കോപ്പറേറ്റീവ് സൊസൈറ്റിയും കമ്പനിയും കമ്പൽസറി രജിസ്റ്റർ ചെയ്യണം. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരമാണ്. അടുത്തത് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. Persons who enter into partnership are individually called partners and collectively a firm. അതായത് ഇൻഡിവിജ്വലായിട്ട് പറയുകയാണെങ്കിൽ പാർട്ട്ണർ എന്ന് പറയും, ഒന്നിച്ച് പറയുകയാണെങ്കിൽ എ ഫേം എന്ന് പറയും. ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ്. The basis upon which the partnership is constituted is an agreement between the partners. ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് റിട്ടണും ആവാം ഓറലും ആവാം. രണ്ടാമത്തെ ഫീച്ചേഴ്സ് 2 or more persons. ഒരു പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 ആൾക്കാർ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഫീച്ചർ ബിസിനസ് ആണ്. ദ എഗ്രിമെൻറ്റ് ഷുഡ് ബി ഫോർ ക്യാരിയിങ് ഓൺ സം ബിസിനസ്. ബിസിനസ് ഇൻക്ലൂഡ്സ് എവരി ട്രേഡ്, ഓക്യുപ്പേഷൻ ഓർ പ്രൊഫഷൻ. ദ ബിസിനസ് മസ്റ്റ് ബി ലീഗൽ. ഒരു ലീഗലായിട്ടുള്ള ബിസിനസ്സിന് വേണ്ടി ആയിരിക്കണം ഈ പാർട്ട്ണർഷിപ്പ് നടത്തുന്നത്. അടുത്തത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രീഡ് റേഷ്യോയിൽ അത് ഷെയർ ചെയ്തെടുക്കണം. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ആ ഒരു എഗ്രീഡ് റേഷ്യോ മെൻഷൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഈക്വലി ഡിവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പും കോർപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. എന്നാൽ കോർപ്പറേഷൻ്റെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ് ആസ് ക്യാപിറ്റൽ. മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ആ എമൗണ്ടിൻ്റെ അനുസരിച്ച് ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റിയാണ് മെമ്പേഴ്സിന് കോർപ്പറേഷനിൽ. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് 2. ബട്ട് ദ മിനിമം 25 persons ആർ റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഫോം ചെയ്യുന്നതിന് മിനിമം 2 ആൾക്കാർ മതി. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് മിനിമം എത്ര ആൾക്കാർ വേണം? 25 persons ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി എന്നാണ് പഠിച്ചിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റേർഡ് ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ബട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് ആസ് പെർ KCS ആക്ട് 1969. 1969 KCS ആക്ട് പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ്. മാത്രമല്ല പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഓപ്ഷണലാണ്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കമ്പൽസറിയാണ്. നിർബന്ധമായും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ റേസ് ഫണ്ട് ഫ്രം പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ റേസ് ഫണ്ട് ഫ്രം മെമ്പേഴ്സ് ആസ് വെൽ ആസ് നോൺ മെമ്പേഴ്സ്. മെമ്പർ ആയവരുടെ അടുത്തുനിന്നും മെമ്പർ അല്ലാത്തവരുടെ അടുത്തുനിന്നും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫണ്ട് റേസ് ചെയ്യുന്നു. പാർട്ട്ണർഷിപ്പ് ഫേം വർക്ക് ചെയ്യുന്നത് അവരുടേതായ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് ആണ്. ആ ഒരു മെമ്പേഴ്സിൽ നിന്നും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്. കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് ഫേം മാനേജ് ചെയ്യുന്നത് പാർട്ട്നേഴ്സ് തന്നെയാണ്. പാർട്ട്ണർഷിപ്പ് ഫേം മാനേജ് ചെയ്യുന്നത് പാർട്ട്നേഴ്സാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാനേജ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റി. അടുത്ത ഫോംസ് ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നതാണ് സോൾ ട്രേഡർഷിപ്പ്. സോൾ ട്രേഡർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എൻ്റർപ്രണർഷിപ്പ്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഓൺഡ് ആൻഡ് റൺ ബൈ ഓൺലി വൺ പേഴ്സൺ ആൻഡ് ഇൻ വിച്ച് ദർ ഈസ് നോ ലീഗൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ബിസിനസ് എൻറ്റിറ്റി. ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഓൺ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും ഒരേ ഒരാളാണ്. അയാളെയാണ് സോൾ ട്രേഡർ എന്ന് പറയുന്നത്.
സോൾ ട്രേഡറും ബിസിനസ്സും തമ്മിൽ ഒരു ലീഗൽ ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ സോൾ ട്രേഡർ ഫ്രീ ടു ചേഞ്ച് ദ നാച്ചർ ഓർ സ്കോപ്പ് ഓഫ് ബിസിനസ്. ഒരേ ഒരു പേഴ്സൺ തന്നെയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. ആ ഒരു ബിസിനസ്സിൻ്റെ നാച്ചറോ സ്കോപ്പോ ചേഞ്ച് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. അതിനാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ കണ്ടിന്യൂയിറ്റിയാണ്. നോ ലീഗൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓണർ ആൻഡ് ബിസിനസ്. ഓണറും ബിസിനസ്സും തമ്മിൽ ലീഗൽ ഡിസ്റ്റിങ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു കണ്ടിന്യൂയിറ്റി ഉണ്ട്. ഇനി കോർപ്പറേഷനും സോൾ ട്രേഡർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ ട്രേഡർഷിപ്പിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എന്നാൽ കോർപ്പറേഷനിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. പ്രോഫിറ്റ് മേക്കിംഗ് ഈസ് ദ മെയിൻ എയിം ഓഫ് സോൾ ട്രേഡർഷിപ്പ്. സർവീസ് മോട്ടീവ് ഈസ് ദ മെയിൻ എയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. റേസ് ക്യാപിറ്റൽ ബൈ സോൾ ട്രേഡർ, മെമ്പേഴ്സ് റേസ്ഡ് ക്യാപിറ്റൽ. സോൾ ട്രേഡർ തന്നെയാണ് സോൾ ട്രേഡർഷിപ്പിൽ ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫണ്ട് റേസ് ചെയ്യുന്നത് മെമ്പേഴ്സാണ്. പ്രോഫിറ്റ് ഓർ ലോസ് നോട്ട് ഷെയർഡ്. പ്രോഫിറ്റ് ഓർ ലോസ് ഈ ഷെയർഡ് ടു മെമ്പേഴ്സ്. സോൾ ട്രേഡർഷിപ്പിൽ പ്രോഫിറ്റോ ലോസോ ഷെയർ ചെയ്യപ്പെടുന്നില്ല. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് ഷെയർ ചെയ്യപ്പെടും. മാനേജ് ബൈ സോൾ ട്രേഡർ ഇറ്റ്സെൽഫ്, മാനേജ്ഡ് ബൈ മാനേജിംഗ് കമ്മിറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാനേജ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. സോൾ ട്രേഡർഷിപ്പ് മാനേജ് ചെയ്യുന്നത് സോൾ ട്രേഡർ തന്നെയാണ്. നോ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ് ഇൻ സോൾ ട്രേഡർഷിപ്പ്, ബട്ട് ഇൻ കോർപ്പറേഷൻ സോ മെനി സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ്. ഇത്രയും കാര്യങ്ങളാണ് കോർപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്